ജമോക്ക് രാവിലെ തന്നെ ഇപ്പോൾ കൊടുത്ത പ്രോമിസാട്ടോ സ്കൂളിൽ വന്നാൽ ബീച്ചിൽ കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ ആ പ്രോമിസ് പാലിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ബീച്ചിലെത്തിനെ കളിക്കാന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാട്ടോ ഇന്ന് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ സ്റ്റേജിൻ്റെ ഈ ഒരു ഏരിയക്കായിട്ടാണ് നിന്നത്. അതാകുമ്പം ക്രൗഡ് കുറച്ച് കുറവാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഓള് വന്ന ഉടനെ തന്നെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ബീച്ചിലെത്തി എന്തായാലും വെള്ളത്തിൽ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വന്നത്. പക്ഷെ ഓക്ക് അവിടെ എത്തിയ സമയത്ത് ഇറങ്ങാനൊന്നും വലിയ താല്പര്യമില്ലേനു. സാറ കുറേ നേരമായിട്ട് വെള്ളം കണ്ടിട്ട് തുള്ളി ചാടിയേനു കേട്ടോ. അപ്പോൾ ഇപ്പം കൊണ്ടുപോയി കണ്ട് കാലൊന്ന് നനച്ചപ്പോൾ ഭയങ്കര ഹാപ്പി. ഇപ്പം എൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ചെയ്യുന്നു കേട്ടോ. ബീച്ചിലെത്തിയാൽ ഉപ്പിലിട്ടത് ഐസ് വെറുതെ എന്താണെങ്കിലും വാങ്ങി തരൂല എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം എല്ലായിടത്തും ഈ മഞ്ഞപ്പിത്തം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാട്ടോ എന്താണെന്നറിയില്ല, ബീച്ചിലെത്തിയാൽ ഇതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു മാതിരി തോന്നും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചെറിയൊരു മഴ കണ്ടപ്പോൾ നമ്മൾ വേഗം ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടോ. നല്ല രസമല്ലേ ഈ മഴയത്ത് ചായ കുടിക്കാൻ. കാടമുട്ടയും കോളിഫ്ലവറും ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. എൻ്റെ ഫേവറേറ്റ് കോളിഫ്ലവറാണ്. ജമോക്ക് കാടമുട്ടയായിട്ടോ ഇഷ്ടം. ഇപ്പക്കും ഉമ്മക്കും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. നമ്മൾ വാങ്ങിയതൊക്കെ തന്നെ തിന്ന്. അങ്ങനെ മഴയൊക്കെ ചോർന്നപ്പം കയറിയുന്ന തട്ടുകടയിൽ നിന്നൊക്കെ എല്ലാവരും മുന്നോട്ട് വന്നിട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു എക്സാം ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ബീച്ചിലൊക്കെ പൊതുവെ ആളൊക്കെ തിരക്ക് കുറവാട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇന്ന് സൺസെറ്റൊക്കെ കണ്ടേരെ നമ്മൾ പോവാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ്. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7:30 ടൈം ആയിട്ടേ ഉള്ളൂ. അപ്പം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ലുലുവിൽ കയറി ഇങ്ങോട്ട് കാണുകയും ചെയ്യുക, അവിടെ നിന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള നെയ്യത്തിൽ ലുലുക്ക് എത്തിയതാണ്. ലുലുവിൽ അന്ന് ഭയങ്കര ക്രൗഡേനു. ഇനോഗ്രേഷൻ്റെ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് നേരം പാട്ടൊക്കെ കണ്ട് നിന്ന് പിന്നെ ഹൈപ്പർ മാർക്കറ്റും ലുലു ഫാഷനൊക്കെ പോയി അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. അവിടെ ചെയർ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിട്ടോ. അത് കഴിഞ്ഞ് ഫുഡ് വന്നപ്പോൾ നമ്മൾ ഫുഡും കഴിച്ച് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി.